നമസ്കാരം. ഇവിടെ ഡി എ പെൻഡിംഗ് ആണ്. ഡി ആറുകാരാണ് പാവങ്ങൾ. അവരെ പറ്റിച്ച് കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. ഡി ആറുകാരാരെന്നറിയോ? പെൻഷൻകാർ. ഞാൻ സുഭാഷിതം ചാനലിൽ വീഡിയോ ചെയ്തപ്പോൾ ചില ന്യായീകരണ തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടനെ തന്നെ എന്നെ വിളിച്ചു, ഫോൺ വിളിക്കുന്നു. എനിക്കത് എന്നെ ശ്വാസം വിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടേ? ശ്വാസം വിടാതെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് പറയുന്നു, ഭാര്യ കേന്ദ്ര ഗവൺമെൻറ് എംപ്ലോയി ആണ്, കേന്ദ്രത്തിൽ എന്തോ തടസ്സമുണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെ വിളിച്ചു, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളിനെ വിളിച്ചു. കോവിഡ് കാലത്തെ 18 മാസത്തെ ഡി എ സംബന്ധിച്ചൊരു നയപരമായ തീരുമാനം എടുക്കണം. അത് കോവിഡ് കാലത്തെ ഒരു പ്രശ്നമാണ്, സ്പെഷ്യൽ പ്രശ്നമാണ്. ബാക്കി 2026 ജനുവരി വരെ ഉള്ളത് റൈസ് ചെയ്തിട്ടുണ്ട്. റൈസ് ചെയ്താൽ 2 മാസം കഴിഞ്ഞാണ് അവർ കൊടുക്കുമ്പോൾ പക്ഷേ എന്നാണോ റൈസ് ചെയ്ത് ആ ഡേറ്റ് മുതൽ അവിടെ കൊടുക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ വീണ്ടും തെറി പറയണം നമ്മൾ. ഇവിടെ ബാലഗോപാലും പിണറായി വിജയനും കൊടുക്കുന്നില്ലെന്നേ. പ്രത്യേകിച്ച് ബാലഗോപാലും തോമസ് ഐസക്കും കൊടുത്തില്ലെന്നേ. ഇവിടെ പെൻഷൻകാരെ കഥയാണ് ഞാൻ ഈ മൊത്തം പറയാം. ബാക്കി മറ്റുള്ളവർ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. പെൻഷൻകാർക്ക് യഥാർത്ഥത്തിൽ അനുവദിക്കേണ്ടതും അനുവദിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം 294 ദിവസം പെൻഷൻകാർക്ക് കിട്ടാനുണ്ട്, മറ്റവർക്ക് 286 മാസം. അതെങ്ങനെയാണ് പെൻഷൻകാർക്ക് 294 മാസം വന്നത്? 1/1/2021 2% 39 മാസം. 1/7/2021 3% 40 മാസം, അല്ലെ 39 വെച്ചോ. 1/1/2022 3% 39. 1/7/22 3% 38. 1/7/23 4% 34. ഇനി അടുത്ത മാസം മുതൽ വരാൻ പോണത് 1/7/23 3%, അപ്പോൾ 32 മാസത്തെ വ്യത്യാസം വരുന്നു. 1/7/24 3% 27 മാസം. 1/7/24 3% 21 മാസം. 1/1/2025 15 മാസം. 1/7/2025 2% 9 മാസം. ഞാൻ വ്യത്യാസം പറഞ്ഞു, 294 286 തമ്മിലുള്ള വ്യത്യാസം. ആകെ പെൻഷൻകാർക്ക് 294, ജീവനക്കാർക്ക് 286. ഈ വ്യത്യാസം ഉണ്ടെന്നേ. ഇപ്പം ഡി എ സംബന്ധിച്ചൊരു ഓർഡർ ഇറങ്ങിയല്ലോ. ആ ഓർഡറിൽ എന്താ ഡി ആറിനെ കുറിച്ച് പറയാത്തെ? പെൻഷൻകാർ ന്യായീകരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന പൈസയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് വല്ല ഇപ്പോൾ സർക്കാരിനെതിരെ പറഞ്ഞ് എനിക്ക് വല്ല പൈസ കിട്ടൂ? നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയെക്കുറിച്ച് നിങ്ങൾ പറയാത്തത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നു. എന്താണ് അതിനുള്ളത് കുറ്റം? ഡി എ ജനുവരി 2021 2026 വരെയുള്ള ഡി എ കൊടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ പറയാം. അരിയാറിനെക്കുറിച്ച് പിന്നെ പറയാമെന്ന് പറയുന്നു. അപ്പോൾ 28/2/2026 ആവുന്ന പെൻഷൻകാരെക്കുറിച്ച് ഡി ആറിനെ കുറിച്ച് എന്താ ആ ഓർഡറിൽ പറയാത്തെ? നേരായ കാര്യം നേരായ വഴി നേരായതിൽ നിന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിന് കുറ്റം പറയരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചോദിക്കുന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ആളുകൾ എനിക്ക് മെസ്സേജും ഡേറ്റയും തന്നിട്ടാണ് ചോദിക്കുന്നത്. എന്തായാലും ഡി എയിൽ പെൻഷൻകാരെ വലിപ്പിച്ച് അവർക്ക് ഒരു മാസം കഴിഞ്ഞ എത്രയോ കാലമായി അവർക്ക് ഓരോ മാസം താമസിച്ച് പെൻഷൻ കൊടുക്കും. തോമസ് ഐസക്ക് തുടങ്ങി വെച്ച ഒരു കൗതുകവും ഒരു അഭ്യാസമാണിത്. ഓരോ മാസവും വ്യത്യാസത്തിലേ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടുള്ളൂ, ഈ ഡി ആർ കിട്ടുള്ളൂ. ഇപ്പോൾ പ്രഖ്യാപിച്ചപ്പോഴും ആ വ്യത്യാസം വരുന്നു. ഇതെന്താണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത്? അപ്പോൾ പെൻഷൻകാരെ കരയിക്കാം. അവർ പാവപ്പെട്ടവരല്ലേ, പെൻഷൻ പറ്റിയവരല്ലേ. യൂണിയനും സംഘടനയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സമ്മർദ്ദപ്പെടുത്തി ആഗോളവൽക്കരണം, മോഡി, കോർപ്പറേറ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി, പൈസ തരുന്നില്ല, കിഫി കടം, അത് എന്നൊക്കെ പറഞ്ഞ് പുകമറ സൃഷ്ടിച്ച് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ അടിച്ച് കയറ്റി വോട്ട് വീണ്ടും വാങ്ങാം. വോട്ടൊക്കെ വാങ്ങിക്കോളൂ, അതിനകത്തൊന്നും ഒരു വിഷയമില്ല. പക്ഷേ കൊടുക്കാനുള്ള പാവപ്പെട്ടവൻ്റെ ഡി എ കൊടുക്കണം. പിന്നെ ഈ ചില ആളുകൾ ന്യായീകരിക്കാൻ വന്നവരടുത്ത് ഞാൻ പറയും, ഡി എ എന്ന് പറഞ്ഞാൽ അതാത് മാസങ്ങളിൽ കൊടുക്കേണ്ടതാണെന്നേ. റൈസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം കൊടുക്കേണ്ടതാണ്. അതിനെ പെൻഡിങ് ആക്കുക, പി എഫ് കൊണ്ട് ലയിപ്പിക്കുക, ശമ്പള പരിഷ്കരണത്തിൽ ലയിപ്പിക്കുക, എല്ലാ തോന്നിയവസം കാണിച്ചിട്ട് അത് ചോദ്യം ചെയ്യുന്നവൻ്റെ തോളിൽ കയറും. അത് ആരാണ് കയറുന്നത്? ഈ അടിമകളാണ്. ഇത് കിട്ടുന്ന അടിമകളാണ് കയറുന്നത്, അല്ല മറ്റുള്ളവരല്ല. സങ്കടമുണ്ട് കേട്ടോ, വളരെ സങ്കടമുണ്ട്. ഓക്കെ.